ഓട്ടോമൊബൈൽ സെഗ്മെൻറ്റിൽ ഒരുപാട് ചേഞ്ചസ് എപ്പോഴും ഇന്ത്യയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിൻ്റെ ഒരു ഭാഗമായാണ് ആദ്യം തന്നെ കാറുകൾക്കൊരു ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. അതായത് ഒരു ഹാഷ് ബാഗ് ഉള്ള ആളുകൾക്ക് പിന്നീട് സിഡാനിലേക്ക് മാറാനുള്ള ഒരു താല്പര്യമായിരുന്നു. അത് പിന്നീട് SUV-യിലേക്ക് മാറി. അതിൻ്റെ ഭാഗമായി SUV എല്ലാവർക്കും അഫോർഡബിൾ ആവണമെന്നില്ല. അങ്ങനെ അഫോർഡബിൾ റേറ്റിൽ SUV കൊടുത്തു തുടങ്ങുമ്പോഴാണ് കോമ്പാക്റ്റ് SUV എന്നുള്ള സെഗ്മെൻറ്റ് ഉണ്ടാകുന്നത്. അതിൽ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഏറ്റവും ഫീച്ചർ റിച്ച് ആയിട്ടുള്ള വാഹനങ്ങളിലൊന്നാണ് ഹ്യുണ്ടായി വെന്യൂ. വെന്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ 2026 ഫേസ് ലിഫ്റ്റ് മോഡൽ വന്നിട്ടുണ്ട്. അതിൽ ഒരുപാട് ഫീച്ചേഴ്സാണ് ഹ്യുണ്ടായി നിറച്ചിട്ടുള്ളത്. ഹ്യുണ്ടായുടെ പൊതുവായിട്ടുള്ള എല്ലാ വാഹനങ്ങൾക്കും കേട്ടിട്ടുള്ളൊരു പേരാണ് ഫീച്ചർ റിച്ച് വാഹനങ്ങളെന്ന്. അതായത് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, അഡാസ് അടക്കമുള്ള സേഫ്റ്റി ഫീച്ചേഴ്സ് വരെ ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹ്യുണ്ടായുടെ വെന്യൂ ആണ്. വെന്യൂയുടെ ഡീസൽ വേരിയൻ്റാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. എല്ലാവർക്കും ഓട്ടോ സ്റ്റോറിയിലേക്ക് സ്വാഗതം. ഹ്യുണ്ടായി വെന്യൂ പുതിയ മോഡലിലേക്ക് വരുമ്പോൾ, അതായത് 2026 വരുമ്പോൾ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ഹ്യുണ്ടായി വെന്യൂ ഇറങ്ങുമ്പോൾ നമുക്കറിയാം ഒരു ബോക്സി സ്ട്രക്ചർ ആയിട്ടുള്ളൊരു വണ്ടിയാണ്. അതൊരു SUV ഫീൽ തരുന്നു. ഇതിപ്പോൾ ഒരു ക്രെറ്റയുടെ തന്നെ ഏകദേശം ഒരു ലുക്ക് വൈസ് നോക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് വെന്യൂവിന് അതിൻ്റെതായ ഒരു ക്യാരക്ടറുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ തന്നെ അറിയാം, നമുക്ക് മുമ്പ് വേർണയിലധികം അടക്കം ഒരുപാട് കണ്ടിട്ടുള്ള ഒരു DRL വരുന്നത്. ഈ DRL സൈഡിൽ മാത്രമല്ല കണക്റ്റിംഗ് DRL വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഈ ഹ്യുണ്ടായി വെന്യൂവിലേക്ക് വരുമ്പോഴത്തേക്ക് അതൊരു പുതിയ അപ്ഗ്രേഡേഷൻ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ ഇതിൻ്റെ ഇതിൻ്റെ ഗ്രിൽസ് വരുമ്പോഴത്തേക്ക് അത് കുറച്ചുകൂടെ ഒരു ക്രോം ഫീലിലൊക്കെ, ഒരു കംപ്ലീറ്റ്ലി ക്രോം അല്ലെങ്കിലും ഒരു കോമ്പിനേഷൻ മെറ്റാലിക് ഫിനിഷോടെ വരുന്ന ഒരു ഫ്രെയിമാണ് അവിടെ വന്നിട്ടുള്ളത്. അത് കുറച്ചുകൂടെ വൈഡറായിട്ട് കൊടുത്തിട്ടുണ്ട്. സാധാരണഗതിയിൽ വെന്യൂവിൽ വരുന്നതിനേക്കാൾ ഒരുപാട് വ്യത്യാസമായിട്ട് തന്നെ കുറച്ചുകൂടെ വൈഡറായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ താഴേക്ക് വരുമ്പോൾ ബമ്പേഴ്സ്, ആ സ്കിഡ് പ്ലേറ്റ്സ് എല്ലാം കമ്പൈൻ ചെയ്തിരുന്നിട്ട് മറ്റൊരു മെറ്റാലിക് കളറിലേക്കാണ് വരുന്നത്. അതൊരു പ്രത്യേക ഫീച്ചറായിട്ട് നമുക്ക് വേണമെങ്കിൽ കാണാം. ഒരു ലുക്ക് വൈസ് ഉള്ള ഒരു മാറ്റമാണ് ഈ വാഹനത്തിൽ വരുന്നത്. പിന്നെ ഫ്രണ്ടിൽ കോമൺ ആയിട്ട് നമുക്ക് സെൻസേഴ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ വേണ്ട ആവശ്യങ്ങൾ, അഡാസ് ഫീച്ചേഴ്സ് അടക്കം വെച്ചിട്ടുള്ളത് തന്നെ ഒരുപാട് സേഫ്റ്റി ഫീച്ചേഴ്സ് ഈ വാഹനത്തിൽ നിറച്ചിട്ടുണ്ട്. അകത്ത് നോക്കുമ്പോൾ തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. മൊത്തം ഏകദേശം 30ഓളം ഫീച്ചേഴ്സ് ഉണ്ട്. അത് ഒരു വലിയ അപ്ഡേഷനാണ് ഹ്യുണ്ടായി വെന്യൂവിനെ സംബന്ധിച്ച്. മാത്രമല്ല ഇതിൻ്റെ ആ ലോഗോയുടെ ഒരു ചേഞ്ച് തന്നെ 2022 മുതൽ തന്നെ നമുക്ക് കണ്ടു തുടങ്ങിയതാണ്. കുറച്ചുകൂടെ ലാർജറായിട്ടുള്ളൊരു ലോഗോയും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ ക്യാരക്ടർ ലൈൻസ് ഇതിൻ്റെ മുകളിൽ തന്നെ വരുന്നുണ്ട്. ഈ വാഹനത്തിൻ്റെ ഒരു ലുക്ക് വൈസ് ഉള്ള ഒരു ഡെവലപ്മെൻറ്റ് ഇതൊക്കെ തന്നെയാണ്. പിന്നെ ഒരു SUV ഫീൽ തന്നെയാണ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. ഒരു കോമ്പാക്റ്റ് SUV ആണെങ്കിൽ പോലും ലോങ് റേഞ്ചിൽ നിന്ന് ഈ വാഹനം ഓടിച്ചു വരുമ്പോൾ ഫ്രണ്ടിൻ്റെ ലുക്ക് വൈസ് നോക്കുമ്പോൾ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും ഇതൊരു SUV ആണെന്ന്. ആ ഒരു ഫീൽ കിട്ടാൻ വേണ്ടി തന്നെയാണ് ഈ ഒരു മിഡ് റേഞ്ച് വാഹനങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരും ആ ഒരു ഹൈ എൻഡ് വാഹനങ്ങളുടെ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയൊക്കെ തന്നെയാണ്. അതിൻ്റെ ഒരു എൻറിച്ച്മെൻറ്റ് ഈ വാഹനത്തിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. പിന്നെ ഹെഡ്ലൈറ്റിലേക്ക് വരുമ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടുവരുന്നതാണ്. എല്ലാ മോഡൽ കാർസിലേക്കും വരുമ്പോൾ ഹെഡ്ലൈറ്റ്സിനൊപ്പം ഫോഗ് ലാംപ്സ് കാണുന്നില്ല. സാധാരണ ഫോഗ് ലാംപ്സ് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഫീച്ചറായിട്ട് ഹൈ എൻഡ് വാഹനങ്ങളിലോ അല്ലെങ്കിൽ ഒരു ലോ എൻഡ് വാഹനമാണെങ്കിൽ അതിൻ്റെ വേരിയൻറ്റുകളിലൊക്കെ കണ്ടു തുടങ്ങുന്നതാണ്. പക്ഷേ ഇപ്പോൾ അത് പൂർണ്ണമായി മാറിയിട്ടുണ്ട്. അതിന് പകരം ചേമ്പേർഡ് ആയിട്ടുള്ള ഹെഡ്ലൈറ്റ്സ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഹെഡ്ലൈറ്റ്സ് നമുക്ക് ഫോഗ് ലാമ്പ് പോലെയുള്ള വിസിബിലിറ്റീസ് കൂടുതൽ തരുന്നുണ്ട്. പിന്നെ കംപ്ലീറ്റ് LED സ്ട്രക്ചറാണ് ഈ വണ്ടിയിൽ കൊടുത്തിട്ടുള്ളത്. ഏത് ഭാഗം നോക്കിയാലും ഒരു ബൾബ് ടൈപ്പോ ഒന്നുമില്ല. ഇൻഡിക്കേറ്റേഴ്സ് അടക്കം ടോട്ടലി LED ആണ് വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ മുമ്പ് ഈ ഹ്യുണ്ടായുടെ തന്നെ എലാൻഡ്ര പോലെയുള്ള മോഡലുകളിൽ ഇൻഡിക്കേറ്റേഴ്സ് ലാമ്പിൽ കണ്ടിട്ടുള്ളതാണ് ഈ ഒരു സെഗ്മെൻറ്റഡ് ആയിട്ടുള്ള ലൈറ്റ്. അതേ ഒരു ഫീല്, അന്നത്തെ പ്രീമിയം വാഹനങ്ങളിലുള്ള ഫീല് കുറച്ചുകൂടെ അപ്ഡേറ്റഡ് ആയി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരു കോമ്പറ്റീറ്റേഴ്സ് സെഗ്മെൻറ്റ് വെച്ച് നോക്കുമ്പോൾ ലുക്ക് വൈസ് ഹ്യുണ്ടായി വെന്യൂ കുറച്ചുകൂടെ അപ്ഗ്രേഡഡ് ആയിട്ടുണ്ട്. കുറച്ചുകൂടെ അപ്ലിഫ്റ്റ് ചെയ്ത ഒരു ഫേസ് ലിഫ്റ്റ് മോഡൽ തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഒരു കംപ്ലീറ്റ്ലി ഒരു SUV ഫീലുള്ള ഒരു കോമ്പാക്റ്റ് SUV തന്നെയാണ് ഹ്യുണ്ടായി. ഹ്യുണ്ടായി വെന്യൂയുടെ ഒരു സൈഡ് പ്രൊഫൈൽ പറയുമ്പോൾ സാധാരണഗതിയിൽ ഹ്യുണ്ടായിക്ക് നോർമലി ഒരു SUVക്ക് വരുന്ന ഫീച്ചേഴ്സ് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്. ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ കാര്യം പറയുമ്പോൾ ഓൾമോസ്റ്റ് 200 mm അടുത്തേക്ക്, അവസാനം ഏകദേശം ഒരു 190 to 195 ആണ് ഇതിന് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ഈ വേരിയബിൾ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പ് എൻഡ് വേരിയൻറ്റിലേക്ക് വരുമ്പോൾ ഇതിന് ടയേഴ്സ് കുറച്ചുകൂടെ വലുതായിരിക്കും. ഒരു 16 ഇഞ്ച് അലോയ്സ് ആണ് വരുന്നത്. ഒരു എയറോ ഡിസൈനാണ് ഈ അലോയ്സിൽ നമുക്ക് കൊടുത്തിട്ടുള്ളത്. സാധാരണഗതിയിൽ പഴയ മോഡൽസിൻ്റെ അലോയ്സ് കുറച്ചുകൂടി ഭംഗി കൂടുതലാണ്. പക്ഷേ ഇത് കുറച്ചുകൂടി വണ്ടിയുടെ പെർഫോമൻസിനെയും ഫ്യൂൽ എഫിഷ്യൻസിയൊക്കെ ഗുണപ്പെടാൻ വേണ്ടിയുള്ള രീതിയിൽ എയറോ ഡിസൈനാണ് ഇപ്പോൾ കൂടുതലും ഹ്യുണ്ടായി പ്രിഫർ ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെ വരുന്നുണ്ട്. പിന്നെ ഹ്യുണ്ടായിയുടെ ഒരു ബാഡ്ജിങ് വരുന്നുണ്ട്. ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്
ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്ക് വരുന്ന പോലെ തന്നെ ഈ വേരിയൻസിൽ ബാക്കിലും ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട്. റിയർ ഡിസ്ക് ബ്രേക്ക് ഉൾപ്പെടെ വരുന്ന ഒരു മോഡലാണ്. അപ്പോൾ കുറച്ചുകൂടെ റിച്ച് ആൻഡ് കുറച്ചുകൂടെ ഒരു പ്രീമിയം ഫീൽ കിട്ടുന്ന മോഡൽസിൻ്റെ ഭാഗമായിട്ടാണ് ഇത് വരുന്നത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഡോർ ഹാൻഡിൽസ് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ടോപ്പ് ആൻഡ് വേരിയൻസിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു വാഹനങ്ങളിൽ ഒന്നീ ക്രോം വരും, അല്ലെങ്കിൽ വണ്ടിയുടെ ബോഡി കളറിലാണ് വരുന്നത്. ഇത് കുറച്ചുകൂടെ മെറ്റാലിക് കളർ, കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ലുക്കിൽ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ബ്ലാക്ക് ആയിട്ടുള്ള ഒരു കളറിലെ കാറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ ഈ കാറിൽ ഈ ഡോർ ഹാൻഡിൽസിൻ്റെ ഒരു കളേഴ്സും ഒക്കെ നല്ല മാച്ചിങ് ആണ്. ഇതുപോലെ തന്നെ ബ്ലൂ ആയിട്ടായാലും കുറച്ചുകൂടെ ബെറ്ററാണ്. ഈ ഒരു ഡാർക്ക് ഷെയ്ഡി കളേഴ്സുള്ള വണ്ടികൾക്ക് ഈ കുറച്ചുകൂടെ ഈ ഫീച്ചേഴ്സൊക്കെ നല്ല റിച്ചായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബാക്ക് സൈഡിൽ ആ ഒരു വിൻഡോയുടെയൊക്കെ എൻഡിലായിട്ട് വരുമ്പോൾ ബാക്ക് ടെയിലിൻ്റെ സൈഡിലേക്ക് ഈ ഒരു കളറിങ്ങും വെന്യൂടെ ഒരു ബാഡ്ജിങ്ങും വരുന്നുണ്ട്. ഇത് സാധാരണഗതിയിൽ ലൈറ്റ് കളേഴ്സ് ആണെങ്കിൽ കുറച്ചുകൂടെ ഇത്രത്തോളം ഭംഗി കിട്ടില്ല. പക്ഷേ ഈ ഒരു ഡാർക്ക് ഷെയ്ഡ്സിൽ വരുമ്പോഴത്തേക്ക് അത് നന്നായി റിച്ചായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ടയേഴ്സിൻ്റെ സൈസ് നമ്മളത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഏകദേശം 215 ആണ് ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത്, 60 ഹൈറ്റ് വരുന്നുണ്ട്. 16 ഇഞ്ച് അലോയ് വീൽസാണ് ഈ ടയേഴ്സ് വരുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു പെപ്പി റൈഡിനൊക്കെ ഉപയോഗപ്പെടുന്ന ഒരു ഫീല് തന്നെയാണ്. മാത്രമല്ല വണ്ടിയുടെ ഒരു മസ്കുലാനിറ്റി ഫീൽ ചെയ്യാനും ഈ വലിയ ബിഗ് ടയേഴ്സ് യൂസ്ഫുള്ളാണ്. പിന്നെ ഇതിൻ്റെ വീൽ ആർച്ചിനിടയിലുള്ള ഗ്യാപ്പും നമുക്ക് ബെറ്ററാണ്. അതിപ്പോൾ ബെറ്റർ സസ്പെൻഷൻ ട്രാവൽ ഉണ്ടാവുമെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ ഏകദേശം കണക്കാക്കാൻ പറ്റുന്നുണ്ട്. വീൽ ആർച്ചും ഒരു ഷെയ്ഡി പ്ലാസ്റ്റിക് പോലത്തെ ഒരു മെറ്റീരിയലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം വീൽ ആർച്ച് നല്ല രീതിയിൽ സ്ട്രക്ചർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ SUVയുടെ ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ കൊടുക്കാൻ വേണ്ടി തന്നെയാണ്. അങ്ങനെയാണ് ടോട്ടൽ വരുന്നത്. എന്തായാലും ആ ഒരു ഫീല് ഉണ്ട്. പക്ഷേ വാഹനത്തിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് പഴയ വെന്യൂയുടെ പോലെ തന്നെയാണ്. കുറച്ചുകൂടെ ഹൈറ്റ് ഫീൽ ചെയ്യാൻ വേണ്ടി ഇതിൽ റൂഫ് റെയിൽ കൊടുത്തിട്ടുണ്ട്. സാധാരണ ഈ ഒരു കാറ്റഗറി വാഹനങ്ങൾക്ക് റൂഫ് റെയിൽ വരുമ്പോൾ കുറച്ചുകൂടെ ഫീലാണ്. അത് ക്രോസ് ഓവർ ലുക്കിൽ വരുന്ന വാഹനങ്ങൾ മുതൽ കോമ്പാക്റ്റ് SUV, അതിനപ്പുറത്തേക്ക് SUVയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ റൂഫ് റെയിൽസ് വരുന്നുണ്ട്. അത് ശരിക്കും ഈ ഒരു വണ്ടിക്ക് ഒരു കുറച്ചുകൂടെ ഒരു ബൾക്കിയർ ഫീൽ കൊടുക്കാനായിട്ട് ഈ റൂഫ് റെയിൽ സഹായിക്കുന്നുണ്ട്. അല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു വലിയ പ്രാക്ടിക്കാലിറ്റി നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യരുത്. ഈ ഒരു മിഡ് റേഞ്ച് വാഹനങ്ങൾക്ക് ലുക്സിന് വേണ്ടിയുള്ളതാണ്. പിന്നെ ഒരു ഷാർക്ക് ഫിൻ ആൻറ്റിന കൊടുത്തിട്ടുണ്ട്. അതും കുറച്ചുകൂടെ ബെറ്റർ ഒരു ലുക്കിന് കൊടുക്കുന്നുണ്ട്. ഒരു കംപ്ലീറ്റ് SUVയിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ ആൻറ്റിനയൊന്നും നമുക്ക് അങ്ങനെ പെട്ടെന്ന് കാണാൻ പറ്റില്ല. കാരണം ഫ്രണ്ടിൽ നിന്ന് അത്രയും ഹൈറ്റ് വണ്ടിക്കുണ്ടാകും. പക്ഷേ ഇത് ഒരു രസമുള്ള ലുക്കിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഹ്യുണ്ടായ് വെന്യൂയുടെ ബാക്ക് സൈഡ് നോക്കുമ്പോൾ നമ്മൾ ഏറ്റവും എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു സംഭവമാണ് ആ കാണുന്ന ടെയിൽ ലാമ്പ്. ഈ ടെയിൽ ലാമ്പിൻ്റെ കണക്റ്റിംഗ് ആയിട്ടുള്ള ലൈറ്റ്സ് ആദ്യം ഹ്യുണ്ടായ് വെന്യൂ ഇറങ്ങിയപ്പോൾ ഈ സംഭവമേ ഉണ്ടായിരുന്നില്ല. ആക്ച്വലി ഇതുണ്ട്, പക്ഷേ നമുക്ക് ഇങ്ങനെ കത്തിച്ചിടാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അതിനുശേഷം വെന്യൂവിൽ ഒരുപാട് പേര് കസ്റ്റമൈസ് ചെയ്യുന്ന സിറ്റുവേഷനിലേക്ക് വന്നു. i20യിലേക്ക് അത് ആഗ്രഹമുണ്ട് എല്ലാവർക്കും വരാനായിട്ട്. അങ്ങനെയൊക്കെ ഒരു മോഡലായിരുന്നു. പിന്നീട് ക്രെറ്റയിലേക്ക് വരുമ്പോൾ ഇത് കണക്റ്റഡ് ആയിട്ട് കത്തിക്കിടക്കും. വെർണയിലേക്ക് വരുമ്പോൾ അപ്പോൾ ഒരു പ്രീമിയം ഫീല് ഓൾറെഡി ഹ്യുണ്ടായ് ജനറേറ്റ് ചെയ്തു. അതിനുശേഷം വെന്യൂവിലേക്ക് വന്നപ്പോൾ ഇതിപ്പോൾ പ്രാക്ടിക്കലായിട്ട് പോസിബിൾ ആക്കി എന്നുള്ളതാണ് പറയേണ്ടത്. ബാക്കിൽ നമുക്ക് എക്സ്ട്രാ പറയേണ്ടത് അങ്ങനെ വലിയ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഒരു SUV ഫീലിന് തന്നെയാണ് ഈ സ്കിഡ് പ്ലേറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുള്ളത്. ബമ്പേഴ്സ് എല്ലാം ആ ഒരു കളറിൻ്റെ ഡിഫറൻസും ആ ഒരു അറേഞ്ച്മെൻറ്റ്സ് എല്ലാം SUV ആണ്. പക്ഷേ ടോട്ടലി വണ്ടിയുടെ ഹൈറ്റും വിത്തും വലിപ്പമൊക്കെ നോക്കുമ്പോൾ ഒരു ക്രോസ് ഓവർ റേഞ്ചിലോ അല്ലെങ്കിൽ ഒരു ഹാച്ചിനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ സൈസ് എന്ന് മാത്രം നമുക്ക് പറയാൻ പറ്റും. ഇനി വാഹനം നമ്മൾ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി ഇതിൻ്റെ ഇൻറ്റീരിയർ എങ്ങനെയായിരിക്കും, ഇതിൻ്റെ അകത്തുള്ള പ്രീമിയം ഫീൽഡ് എങ്ങനെയായിരിക്കും, ഇത് കുറച്ചുകൂടെ ഫീച്ചർ റിച്ച് ആണെന്ന് പറഞ്ഞു, കുറച്ചുകൂടെ ബിഗർ വണ്ടിയാണെന്ന് പറഞ്ഞു, കുറച്ചുകൂടെ ഫീൽ ഉള്ളതാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് എത്രത്തോളം ഉണ്ടെന്ന് നമുക്കിനി വണ്ടിയുടെ ഇൻറ്റീരിയർ ഭാഗം കാണുമ്പോൾ ചെക്ക് ചെയ്യാം. വെന്യൂയുടെ ഇൻറ്റീരിയറിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഹ്യുണ്ടായുടെ കാര്യങ്ങൾ പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്താനുണ്ട്. അതായത് എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഫീച്ചർ റിച്ച് ആയിട്ട് നമ്മൾ എപ്പോഴും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നൊരു കാര്യമാണ് ഫീച്ചർ റിച്ച് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹ്യുണ്ടായുടെ ഇൻറ്റീരിയറിലേക്ക് കടന്നു വരുമ്പോൾ കാണേണ്ട മെയിൻ കാര്യമാണ് ഇതിൻ്റെ ഡാഷ്ബോർഡ്. ഡാഷ്ബോർഡിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഈ കാണുന്നത് തന്നെ ഒരു ഓഫീസ് ടൈപ്പ് ലുക്കുള്ള ഒരു വലിയ ഡിസ്പ്ലേ സെറ്റ് ചെയ്തിരിക്കുന്ന പോലത്തെ നമ്മുടെ ഈ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റവും അതിനോടൊപ്പം തന്നെ സ്പീഡോമീറ്ററും ഒക്കെയാണ്. ഈ സിസ്റ്റം കംപ്ലീറ്റ്ലി ഒരു സിംഗിൾ ഫ്രെയിമായിട്ട് ഫീൽ ചെയ്യും. പക്ഷേ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ഒരു വലിയ രീതിയിലുള്ള ഒരു ലുക്സ് തന്നെയാണ് തരുന്നത്. മാത്രമല്ല ഇതിന് നമുക്ക് വേണ്ട രീതിയിൽ നാവിഗേഷൻ ഉണ്ട്. അതോടൊപ്പം തന്നെ ക്യാമറ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ 360 ഡിഗ്രി ക്യാമറയുണ്ട്. പിന്നെ ഇതിൻ്റെ ഇൻഡിക്കേറ്റർ സ്വിച്ച് ഓണാക്കുമ്പോൾ തന്നെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ വലിയ വേരിയൻ്റ്, അതായത് ഈ വെന്യൂവിലേക്ക് വരുമ്പോൾ വലിയ വേരിയൻറ്റുകളിൽ കാണുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ഇൻഡിക്കേറ്റേഴ്സ് ഓണാക്കുമ്പോൾ ആ സൈഡിലെ ക്യാമറ ഓണാവും, ഓപ്പറേറ്റ് ആവും. അപ്പോൾ നമുക്ക് സൈഡ് നന്നായിട്ട് വ്യൂ കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ രണ്ട് സൈഡിലേക്കും മാറും. അപ്പോൾ അത് ഈ സ്പീഡോമീറ്റേഴ്സാണ്, അതിൻ്റെ ആ ഒരു റൗണ്ട് സ്ട്രക്ചറാണ് നമുക്ക് ചേഞ്ചസ് വരുത്തി തരുന്നത്.
പിന്നെ വേണ്ട രീതിയിലുള്ള എല്ലാ ഇൻഫർമേഷൻസും ഇതിനകത്തുണ്ട്. കറണ്ട് ട്രിപ്പ് എങ്ങനെയാണ്, അതിൻ്റെ ഫ്യൂവലിൻ്റെ എഫിഷ്യൻസി, ടെമ്പറേച്ചർ അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ പറഞ്ഞു തരും. പിന്നെ ഈ ഫീച്ചേഴ്സിനൊപ്പം തന്നെ നമ്മുടെ ഡാഷ്ബോർഡിനെ കുറിച്ച് എടുത്ത് പറയണം. കാരണം കുറച്ചുകൂടെ ക്വാളിറ്റി ഉള്ളൊരു ഡാഷ്ബോർഡാണ് വന്നിട്ടുള്ളത്. പ്ലാസ്റ്റിക് മെയ്ഡ് തന്നെയാണ്, പക്ഷേ അതിൽ നല്ലൊരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ താഴേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ വൈറ്റിന് കൂടെ ഒരു ബ്ലാക്ക് സ്പോട്ട്സ് വെച്ചിരിക്കുന്ന ഒരു കുറച്ചുകൂടെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫീൽ നമുക്ക് ഉണ്ട്. പിന്നെ ഗ്ലൗ ബോക്സിൻ്റെ കാര്യം പറയുമ്പോൾ കുറച്ചുകൂടെ സ്പേഷ്യസ് ആയിട്ടുള്ള ഗ്ലൗ ബോക്സ് ആണ്. വലിയ കുഴപ്പമില്ലാത്തൊരു സ്പേസ് ഉണ്ട്. പിന്നെ പാസഞ്ചറിനായിരുന്നാലും ഡ്രൈവറിനായാലും ഇരിക്കാനുള്ള ആവശ്യത്തിനുള്ള സൗകര്യമുണ്ട്. ഒരു കോമ്പാക്റ്റ് SUV-യിൽ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ഇതിനകത്ത് എന്തായാലും ഉണ്ട്. പിന്നെ ഇതിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിനല്ലാതെ തന്നെ നമുക്കിതിൽ ഒരു ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ആയിട്ടുള്ള AC ഫീച്ചേഴ്സും ഇതിൽ കൂടെ വരുന്നുണ്ട്. പിന്നെ സ്വിച്ചിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ താഴേക്ക് ചാർജിങ്ങിൻ്റെ വരുമ്പോൾ ഒരു വയർലെസ് ചാർജിങ് സ്പേസ് നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഒരു 12 വാട്ടിൻ്റെ ഒരു ചാർജിങ് സ്പോട്ട് ഇവിടെ തന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് C-type ചാർജർ അവൈലബിൾ ആണ്. എല്ലാ ഫീച്ചേഴ്സും, അതായത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഉണ്ട് എന്ന് വേണം പറയേണ്ടത്. പിന്നെ ഏറ്റവും വലിയ മറ്റൊരു ഹൈലൈറ്റ് ഇവിടെ ഈ പാർക്കിംഗ്, അതായത് നമ്മുടെ വണ്ടിയുടെ ഹാൻഡ് ബ്രേക്ക്. ഇപ്പോൾ നമ്മൾ സാധാരണ ഹെവി ഫീച്ചേഴ്സുള്ള വണ്ടികൾ അല്ലെങ്കിൽ ഹ്യുണ്ടായുടെ തന്നെ ഒരു 30 lakhs അബോവ് പ്രൈസിൽ വന്നുകൊണ്ടിരുന്ന അൽക്കസാർ പോലെയുള്ള വാഹനങ്ങൾ അല്ലെങ്കിൽ ഹ്യുണ്ടായുടെ ട്യൂസോൺ പോലെയുള്ള വണ്ടികൾ പോലെയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതായത് ഈ ഒരു സ്വിച്ചാണ്. ഈ ഒരു സ്വിച്ച് നമുക്ക് താഴേക്ക് അമർത്തി കഴിഞ്ഞാൽ വണ്ടിയുടെ ഹാൻഡ് ബ്രേക്ക് റിലീസാവും. നമ്മൾ മേളിലേക്ക് ഉയർത്തി കഴിഞ്ഞാൽ ബ്രേക്ക് ചവിട്ടിക്കൊണ്ട് മേളിലേക്ക് ഉയർത്തി കഴിഞ്ഞാൽ ഹാൻഡ് ബ്രേക്ക് ഓൺ ആവും. ആ ഒരു ചെറിയ ഫീച്ചർ ഇവിടെ ഉണ്ട്. ഓട്ടോ ഹോൾഡ് അടക്കമുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ ഈ ട്രാക്ഷൻ്റെ കാര്യത്തിലായാലും ഡ്രൈവിൻ്റെ കാര്യത്തിൽ നമുക്ക് ഡ്രൈവ് മോഡ്സ് ഉണ്ട്. ഡ്രൈവ് മോഡ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് സ്നോ ഉണ്ട്, മഡുണ്ട്, സാൻഡ് ഉണ്ട്. അപ്പം ഇൻ്റർനാഷണൽ മോഡലാണ്. അപ്പം സ്നോ ഉള്ള സ്ഥലങ്ങളിൽ അങ്ങനെ ഓടിക്കാം, മഡും സാൻഡും ഒക്കെ അങ്ങനെ ഓടിക്കാൻ പറ്റുന്ന മോഡ്സ് ഈ വാഹനങ്ങളിലുണ്ട്. പിന്നെ ട്രാക്ഷൻ്റെ കാര്യത്തിൽ വരുമ്പോൾ എക്കോ ഉണ്ട്, പിന്നെ കുറച്ചുകൂടെ നോർമലുണ്ട്, സ്പോർട്ടി ഉണ്ട്. പിന്നെ മറ്റൊരു ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്ന വണ്ടിക്ക് സൺറൂഫ് ഉണ്ട്. ഫാമിലി ഓറിയൻറ്റഡ് കാറാണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന കാര്യം ഇതാണ്. അതായത് കുട്ടികൾക്കൊക്കെ ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഫാമിലിയായിട്ട് പോകുമ്പോൾ അവർ എൻജോയ് ചെയ്യുന്നൊരു കാര്യമാണ് സൺറൂഫുള്ള കാർസ്. പക്ഷേ ഇതിൽ പാനോരമിക് ആയിട്ടുള്ള സൺറൂഫൊന്നുമില്ല. അത്ര വലിയ സെറ്റപ്പൊന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ട. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഈ ഒരു വേരിയൻറ്റിലൊക്കെ സ്വാഭാവികമായിട്ട് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് വെർത്തിയറായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു സൺറൂഫ് ഇതിലുണ്ട്. ഏറ്റവും വലിയ ഹൈലൈറ്റ് ആണ് ഹ്യുണ്ടായുടെ ലോഗോ ഉള്ള ഒരു ഇൻ്റർനാഷണൽ ലെവലിലുള്ള വാഹനങ്ങളിൽ ഇപ്പോൾ ഹ്യുണ്ടായി കൊടുക്കുന്ന അതേ സ്റ്റൈലിൽ ഹ്യുണ്ടായുടെ ലോഗോ ഉള്ള കീ ആണ്. ഇപ്പോൾ കീലെസ് എൻട്രിയാണ് നമ്മുടെ ഈ ടോപ്പ് എൻഡ് വേരിയൻറ്റിൽ വരുന്നത്. അപ്പോൾ ഇതാണ്. പിന്നെ ഇത് കീ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. നമുക്ക് ഡിറ്റാച്ച് ചെയ്ത് യൂസ് ചെയ്യാം കസ്റ്റമറിന് എന്തായാലും. പക്ഷേ കുറച്ചുകൂടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. സാധാരണ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ടിപ്പിക്കൽ സ്റ്റൈലിൽ നിന്ന് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ട് ഈ ഒരു മോഡൽ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ 2 കപ്പ് ഹോൾഡേഴ്സ് കൂടി ഈ സ്പേസിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സീറ്റിൻ്റെ കാര്യം പറയുമ്പോൾ എടുത്തു പറയേണ്ടതാണ്, വെൻറ്റിലേറ്റഡ് സീറ്റ് ടോപ്പ് എൻഡ് വേരിയൻറ്റുകളിൽ ലഭിക്കുന്നുണ്ട്. അപ്പോൾ പാസഞ്ചറിനായാലും ഡ്രൈവറിനായാലും വെൻറ്റിലേറ്റഡ് സീറ്റ് നൽകുന്നുണ്ട്. വെൻറ്റിലേറ്റഡ് സീറ്റ് സ്വാഭാവികമായിട്ടും ഈ ഒരു സ്പേസ് ഉൾപ്പെട്ട് വരുന്ന വാഹനങ്ങളിലൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടെ ബെറ്ററാണ്. ഇപ്പോൾ വെന്യൂവിൽ തന്നെ സീറ്റിൻ്റെ കളേഴ്സിൻ്റെ കാര്യത്തിൽ നമുക്ക് ഒരു ബേസ് വേരിയൻ്റ് ഒക്കെ ആണെങ്കിൽ ടോട്ടലി ബ്ലാക്ക് ആയിട്ടുള്ള സീറ്റ്സാണ് വരുന്നത്. പിന്നെ അതിൻ്റെ കുറച്ചുകൂടെ അപ്ഗ്രേഡഡ് വേരിയൻസിലേക്ക് വരുമ്പോൾ വെന്യൂയുടെ ഈ ഒരു വൈറ്റ് ആൻഡ് ബീജ് പോലെ, പിന്നെ ഒരു കംപ്ലീറ്റ് ബ്ലാക്ക് അല്ല, ഒരു ബ്ലൂ ഷെയ്ഡാണ്. ഹ്യുണ്ടായി വെന്യൂയുടെ ബാക്കിലേക്ക് വരുമ്പോൾ, അതായത് സ്പേസ്, ഇതിൻ്റെ കംഫർട്ടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ ശരിക്കും 3 പേർക്ക് ഇരിക്കാനുള്ള സ്പേസൊക്കെ ഇതിൽ പറയുന്നുണ്ടെങ്കിലും നമുക്ക് 2 പേർക്ക് കംഫർട്ടായിട്ടിരിക്കാം. അഡൾട്ട്സ് ആണെങ്കിൽ 2 പേർക്ക് സുഖമായിട്ടിരിക്കാൻ പറ്റും. പക്ഷേ അതിനപ്പുറത്തേക്ക് നമുക്ക് ഒരു കുട്ടിയെ കൂടി ഇരിക്കാൻ പറ്റും. മറ്റേ 3 പേരാണെങ്കിൽ നമുക്ക് ചെറിയ റൈഡ്സിലൊക്കെ ഡ്രൈവ്സിലൊക്കെ ആണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിരിക്കാൻ പറ്റും. അതിനുള്ള സ്പേസേ ഉള്ളൂ. കുറച്ചുകൂടെ വൈഡറാണ്. കപ്പ് ഹോൾഡറോടെ ചേർന്നിട്ടുള്ള ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്. 2 കപ്സ് ഹോൾഡ് ചെയ്യാം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും 2 അഡൾട്ട്സിന് കംഫർട്ടബിളായിട്ട് പോകാൻ പറ്റും. 4 പേരടങ്ങിയ ഒരു ടീമിന് അടിപൊളിയായിട്ട് യാത്ര ചെയ്യാം. എത്ര ലോങ് ഡ്രൈവ്സ് വേണമെങ്കിലും പോകാൻ പറ്റും. അല്ലാതെ നമുക്കൊരു ഫാമിലി ആയിട്ട് ഒരു കുഞ്ഞു കൂടി ഉണ്ടെങ്കിൽ, ഒരു ചെറിയ കുട്ടി കൂടി ഉണ്ടെങ്കിലും ഓക്കെയാണ്. ഇത് ബെൻഡ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാനേ പറ്റും. അതൊക്കെയാണ് ടോട്ടലി ഇതിന് സ്പേസ് വരുന്നത്. പിന്നെ റിയർ AC വെൻസ് വരുന്നുണ്ട്. ചാർജിങ് പോർട്സ് 2 ഉണ്ട്. ഇതൊക്കെ ഹ്യുണ്ടായുടെ ആദ്യകാലം മുതലേ ഗ്രാൻഡ് ഐറ്റനിലായിരുന്നാലും നിയോസൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഈ ഫീച്ചേഴ്സൊക്കെ ഉണ്ടായിരുന്നു. ഹ്യുണ്ടായുടെ എല്ലാ മോഡൽസും കണ്ടു തുടങ്ങി. ഇതൊക്കെ വളരെ കോമൺ ആയിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ഹ്യുണ്ടായെ സംബന്ധിച്ച്. പക്ഷേ പല കാറുകളിലേക്കും ഇപ്പോഴും എത്തിയിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. വെന്യൂൻ്റെ എഞ്ചിനെ കുറിച്ച് പറയുമ്പോൾ ഇത് 3 വേരിയൻ്റ് എഞ്ചിനാണ് ഈ വാഹനത്തിന് വരുന്നത്. ഒന്ന് 1 ലിറ്റർ എഞ്ചിനാണ്, ടർബോ ആണ്, 3 സിലിണ്ടർ വരും.
പിന്നെ ഒരു 1.2 ഉണ്ട്, 4 സിലിണ്ടർ എഞ്ചിനാണ്. പിന്നെ ഒരു 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനുണ്ട്, അത് 16 വോൾവ് വരുന്ന എഞ്ചിനാണ് വരുന്നത്, 4 സിലിണ്ടർ തന്നെയാണ്. ഈ 1.2 എഞ്ചിൻ പെട്രോൾ വേരിയൻ്റ് എന്ന് പറയുന്നതും 1 ലിറ്ററിൻ്റെ ടർബോ ഒക്കെ വരുന്നത് സ്വാഭാവികമായിട്ട് നമ്മൾ i20യിൽ കണ്ടുവരുന്ന ഒരു എഞ്ചിനാണ്. പണ്ട് മുതലേ ഈ വെന്യൂ ഇറങ്ങിയപ്പോൾ മുതലേ അതാണ്. i20യുമായിട്ട് ഒരുപാട് സാമ്യമുള്ള എഞ്ചിൻ തന്നെയാണ്, i20യുടെ എഞ്ചിൻ തന്നെയാണ് വന്നുകൊണ്ടിരുന്നത്. പിന്നീട് ഇപ്പോൾ ഒരു അപ്ഗ്രഡേഷൻ വരുന്നത് നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ഡീസൽ വേരിയൻറ്റ്. ഈ ഡീസൽ വേരിയൻറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് 116 bhp പ്രൊഡ്യൂസ് ചെയ്യുന്ന 250 ന്യൂട്ടൺ മീറ്റർ ടോർക്കുമായി വരുന്ന ഒരു എഞ്ചിനാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ എഞ്ചിൻ വരുന്നത് ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ എന്ന 7 സ്പീഡാണ് വരുന്നത്. ഇത് ക്രെറ്റയുടെ എഞ്ചിനാണ് വരുന്നത്. ക്രെറ്റയുടെ എഞ്ചിന് ഇതേ വാഹനത്തിൽ എടുത്ത് വയ്ക്കുന്നു എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. ക്രെറ്റ വാങ്ങാൻ പറ്റാത്തവരെപ്പോഴും വെനിയെക്കുറിച്ച് തിങ്ക് ചെയ്യാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ എഞ്ചിൻ എടുക്കുന്നത് കുറച്ചുകൂടി ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും. പക്ഷേ മറ്റേ 1.2ഉം 1 ലിറ്റർ എഞ്ചിൻ എന്ന് പറയുമ്പോഴത്തേക്ക് കാപ്പ എഞ്ചിനാണ് വരുന്നത്. സ്വാഭാവികമായിട്ടുള്ള ഇതിൻ്റെ വേരിയൻറ്റ്, ബേസ് വേരിയൻറ്റിനൊക്കെ കാണുന്ന എഞ്ചിൻസാണ്. 1 ലിറ്റർ ടർബോ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഹെവി പവറാണ്. 120 PS വരും, 120 bhp പവർ വരും. 172 ന്യൂട്ടൺ മീറ്റർ ടോർക്ക് ഇതിന് വരുന്നുണ്ട്. 1.2 വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ട് കുറച്ചുകൂടെ കംഫർട്ടബിളായിട്ട് ഡ്രൈവ് ചെയ്യാൻ വരുന്ന താല്പര്യമുള്ളവർക്ക് 1.2 പെട്രോൾ എഞ്ചിൻ എടുക്കാം. അത് ഒരു 83 PS പവറാണ് വരുന്നത്. 114.7 ന്യൂട്ടൺ മീറ്റർ ടോർക്കും വരും. ലോ ആൻഡ് ടോർക്കൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു വണ്ടിയാണ്. പിന്നെ ഇതിൻ്റെ സ്റ്റിയറിംഗ് കംഫോർട്ടും ഭയങ്കര സിമ്പിൾ ആൻഡ് സ്മൂത്താണ്. സാധാരണ സുസുക്കി കാറുകളിലൊക്കെ കാണുന്ന പോലെ അതിനേക്കാൾ ബെറ്റർ ആയിട്ടാണ് ഇപ്പോൾ ഹ്യുണ്ടായുടെ വെന്യൂയുടെ സ്റ്റിയറിംഗ് പറയുന്നത്. എപ്പോഴും ഹൈലൈറ്റ് പേഴ്സണലി ഇൻട്രസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ ഏറ്റവും അടിപൊളി എന്ന് പറയുന്നത് ഇതിൻ്റെ സ്റ്റിയറിംഗ് പെർഫോമൻസ് തന്നെയാണ്. അതൊരു കൺട്രോളല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, കംഫോർട്ടാണ്. ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ എസ്പെഷ്യലി ഈ ഹ്യുണ്ടായുടെ വെന്യൂ നമുക്ക് ഓപ്റ്റ് ചെയ്യാം. അതുപോലെ ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ളതെന്ന് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു. ഇങ്ങനെയുള്ള ഒരു ഡീസൽ എഞ്ചിനാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ ഏകദേശം 19 lakhs വരെ ഫുൾ ഓപ്ഷനിലേക്ക് എത്തുമ്പോൾ വരുന്നുണ്ട്. നമുക്കൊരു 10 lakhs മുതൽ വാങ്ങാൻ പറ്റുന്നൊരു കാർ കൂടിയാണ് ഈ ഹ്യുണ്ടായ് വെന്യൂ എന്ന് പറയുന്നത്. ഏത് വേരിയൻറ്റ് വേണമെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ കൺഫ്യൂസ്ഡ് ആവും. കാരണം ഏകദേശം 32 വേരിയൻറ്റ് ഈ വണ്ടിക്ക് ഇറക്കിയിട്ടുണ്ട്. ഹൈവേ റോഡ്സിലേക്ക് കയറുമ്പോഴത്തേക്ക് അതായത് നല്ല സ്ട്രെച്ച് ആയിട്ടുള്ള റോഡ്സിലേക്ക് കയറുമ്പോൾ നല്ലൊരു സ്മൂത്തറായിട്ടുള്ള പെർഫോമൻസ് അത് ശരിക്കും ഈ ഒരു സെഗ്മെൻറ്റിലുള്ള എല്ലാ കാസിലും കിട്ടുന്നതാണ്, അങ്ങനെ എടുത്തു വരേണ്ട ആവശ്യമില്ല. പക്ഷേ നമുക്ക് സ്പോർട്സ് മോഡിൽ പോകുമ്പോഴത്തേക്ക് ഒരു പ്രൈസ് റേഞ്ചിലുള്ള ഒരു വണ്ടിയുടെ ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യാം. ഹ്യുണ്ടായുടെ ഒരു പതിവ് ശൈലി തന്നെയാണ്, അതൊക്കെ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റും. പിന്നെ കുറച്ചുകൂടെ ഒരു കംഫർട്ടബിൾ ആയിട്ടൊരു റൈഡാണ്. പിന്നെ സ്പേസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ലോങ് റൈഡ്സിൽ നല്ല രീതിയിലുള്ള ഒരു ഫീഡ്ബാക്ക് കിട്ടും. അതുപോലെ ഫാമിലി ആയിട്ട് പോകുന്നവർക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്. ലഗേജുമായിട്ട് ക്യാരി ചെയ്ത് പോകാം. കൂടുതൽ ദൂരം ഓടിക്കാൻ പറ്റുമെന്നുള്ളത് നമുക്ക് ഇരിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഇതിനൊരു സ്റ്റാർട്ടിംഗ് മൈലേജ് എന്ന് പറഞ്ഞാൽ 18 km/ലിറ്റർ ആണ് കിട്ടുന്നത് പെട്രോൾ വേരിയൻറ്റിൽ. ഡീസലിലേക്ക് വരുമ്പോൾ ഒരു 18-20 മൈലേജ് കിട്ടുന്നുണ്ട്. അതൊക്കെയാണ് അതിൻ്റെ ഒരു മൈലേജ് റേഞ്ച് നമുക്ക് പറയാൻ പറ്റുന്നത്. ആവറേജ് ഫ്യൂൽ എക്കോണമി ഇതാണ് നമുക്ക് കിട്ടുന്നത്. അതിനപ്പുറത്തേക്ക് ഇതൊരു ഓട്ടോമാറ്റിക് വേരിയൻറ്റിലേക്ക് പോകുമ്പോഴും ഡീസൽ വേരിയൻറ്റിലേക്ക് കയറി വരുമ്പോഴും ഒക്കെ മൈലേജ് കുറച്ചുകൂടെ കൂടുതലായിട്ട് കിട്ടും. ഫ്യൂൽ എക്കോണമി കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഹൈ എൻഡ് വേരിയൻറ്റിലേക്ക് വരുമ്പോൾ മൈലേജ് കിട്ടും എന്നുള്ള കാര്യത്തിൽ തീർച്ചയാണ്. ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആകുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് കംഫർട്ടബിളായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റും. മൈലേജും നമ്മൾ ഒരുപാട് കൺസേൺ ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെയാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ അഡാസ് ടെക്നോളജി പറയുന്നു. ഇതിൻ്റെ വാർണിംഗ് ലൈറ്റ്സുകളും അതുപോലെ ഇതുള്ള ഫീച്ചേഴ്സും ഒക്കെ നമുക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്. ഇന്ത്യൻ റോഡ്സിൽ അഡാസ് ടെക്നോളജി യൂസ്ഫുൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഡിബേറ്റാണ് ശരിക്കും. പക്ഷേ ഇത് ആവശ്യമുള്ള ഘട്ടങ്ങളിൽ വളരെ ഉപകാരപ്പെടുന്നതാണ് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമാണ്. അതിൻ്റെ കൂടെ തന്നെ ഇതിനെ ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ സ്വിച്ച് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ സൈഡിൽ വിഷ്വൽ നമുക്ക് കാണാൻ പറ്റും. അതായത് ഒരു ക്യാമറയിലൂടെ തന്നെ നമുക്ക് ബാക്കിലേക്ക് വരുന്ന വണ്ടി നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഇൻഡിക്കേറ്റർ ഇട്ടതുപോലെ കയറാൻ പറ്റുന്നുണ്ടോ, അത് നല്ല സ്പേസ് നമുക്ക് മനസ്സിലാക്കി ജഡ്ജ് ചെയ്യാനും പറ്റും. നമുക്കത് റിസ്ക് ഇല്ലാതെ നമുക്ക് ലൈൻ മാറാനും ട്രാക്കുകളിലൂടെയൊക്കെ ഓടിക്കാനൊക്കെ വലിയ യൂസ്ഫുള്ളാണ്. ആരൊക്കെ ഇത് വാഹനം വാങ്ങണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ട് കുറച്ചുകൂടെ സ്പേഷ്യസ് ആയിട്ടുള്ള അത്യാവശ്യം പെർഫോമൻസും മൈലേജൊക്കെ ഉള്ള, നമുക്ക് സ്പെയർ പാർട്സ് അവൈലബിലിറ്റി നോക്കണം, അതുപോലെ സർവീസ് കോസ്റ്റ്, സർവീസ് അവൈലബിലിറ്റി ഇങ്ങനെയൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ ഒരു ക്വാളിറ്റി ഉള്ള വണ്ടി വേണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഹ്യുണ്ടായുടെ ഒരു മോഡൽ നമുക്ക് പ്രിഫർ ചെയ്യാം. അങ്ങനെ നോക്കുമ്പോൾ ഒരു ബഡ്ജറ്റ് റേഞ്ചാണ്, ഒരു 4 മീറ്ററിന് താഴെയുള്ള സൈസുള്ള വണ്ടിയാണ്, നമുക്ക് കുറച്ചുകൂടെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു ചിലവിൽ കുറച്ചുകൂടെ ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വണ്ടിയായിട്ട് വേണമെങ്കിൽ നമുക്ക് പരിഗണിക്കാം. കാരണം ഇപ്പോൾ കാസിൻ്റെ എല്ലാം വില കൂടി വരികയാണ്. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രൈസ് അല്ല, അല്പം കൂടുതലാണ്. പക്ഷേ ഈ സെഗ്മെൻറ്റിൽ കിട്ടാൻ പോകുന്നില്ല. പിന്നെ ഇതിൻ്റെ കോമ്പറ്റീറ്റേഴ്സിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇതിൻ്റെ കോമ്പറ്റീഷൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കിയ സോണറ്റ് ഉൾപ്പെടെയുള്ള കാറുകളാണ് വരുന്നത്. അത്
കിയ സോണറ്റൊക്കെ സെയിം പ്ലാറ്റ്ഫോമിൽ വരുന്ന വണ്ടികളാണ്. അപ്പോൾ അതിലും ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഡീസൽ വേരിയൻ്റ് കൂടി നമ്മൾ വെന്യൂ ഇൻട്രൊഡ്യൂസ് ചെയ്തതോടെ തന്നെ ഒരു 1.5 ലിറ്റർ എഞ്ചിൻ്റെ ഒരു പെർഫോമൻസ് ഓവർടേക്ക് ചെയ്യാനായാലും ലോങ് ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ എല്ലാത്തിനും നല്ല ഫീല് കിട്ടുന്ന ഒരു വണ്ടി എന്ന് നമുക്ക് എടുത്തു പറയാൻ പറ്റും. ഒരു ടോട്ടലി നല്ലൊരു റെസ്പോൺസാണ്. ബ്രേക്കിൻ്റെ കാര്യത്തിലായാലും പെർഫോമൻസിൻ്റെ കാര്യത്തിലായാലും ഫ്യൂൽ എഫിഷ്യൻസി ക്ലെയിം ചെയ്യുന്നത് അത്യാവശ്യം ബെറ്റർ ആയിട്ടുള്ള ഫ്യൂൽ എഫിഷ്യൻസി തന്നെയാണ്. അങ്ങനെയുള്ള ഒരു കംപ്ലീറ്റ് ഒരു കോംബോ പാക്ക് ആയിട്ടുള്ളൊരു കോമ്പാക്ട് വാഹനം തന്നെയാണ്. അപ്പോൾ നമ്മൾ ട്രാഫിക്കിൽ യൂസ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും ഈ കാറ് പോകുമ്പോഴത്തേക്കും ADAS ടെക്നോളജി എത്രത്തോളം അപ്ഡേറ്റഡ് ആണെന്ന്. ലെഫ്റ്റ് സൈഡിൽ ഒരു ബൈക്ക് വന്ന് നിൽക്കുമ്പോൾ തന്നെ അത് കുറച്ചുകൂടെ ചേർന്ന് പോകുന്ന വണ്ടികൾ നമുക്ക് വാർണിംഗ് തരുന്നുണ്ട്. അതായത് ഈ വണ്ടികൾ നമുക്ക് എത്രത്തോളം റിസ്ക് തരും, അത് തട്ടുമില്ല എന്നുള്ളതൊക്കെ നമുക്ക് കുറച്ചുകൂടെ ഈസിയാണ് അപ്പോൾ മനസ്സിലാക്കാനായിട്ട്. കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് തന്നെ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റും. വണ്ടി കുറച്ചുകൂടെ സുരക്ഷിതമായിട്ട് ഓടിക്കാനുള്ള ഫീച്ചർ നമുക്കിതിൽ കൊടുത്തിട്ടുണ്ട്. ADASൻ്റെ ഒരു ഭാഗമാണിത്. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അത് നമുക്ക് ഇന്ത്യൻ റോഡ്സിൽ യൂസ് ആവണോ എന്ന് ചോദിക്കുന്നതിൻ്റെ ആ ഡിബേറ്റിൽ നമുക്ക് പോസിറ്റീവായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണിത്. ഹ്യുണ്ടായി വെന്യൂവിൻ്റെ പ്രൈസ് റേഞ്ച് പറയുമ്പോൾ ഏകദേശം ഓൺ റോഡ് പ്രൈസ് നോക്കുകയാണെങ്കിൽ ഒരു 9,77,000 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഡീസൽ വേരിയൻറ്റിൻ്റെ ടോപ്പ് എൻഡിലേക്ക് വരുമ്പോഴത്തേക്ക് ഏകദേശം 19,25,000 അടുത്തും അതിന് മേളിലൊക്കെ ആ ഒരു റേഞ്ചിൽ വരും. അപ്പോൾ ഇത്രയും പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് വേണ്ട ഓപ്ഷൻസ് ഏതാണെന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. അത്രത്തോളം മോഡൽസ് ഉണ്ട്. സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി വേണം സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആലോചിക്കുന്നുണ്ട് ഹ്യുണ്ടായി ഇപ്പോൾ ഈ വെന്യൂവിലേക്ക് വരുമ്പോഴത്തേക്ക് ഇതിൽ പെട്രോൾ വേരിയൻ്റ് ഉണ്ട്, ഡീസൽ വേരിയൻ്റ് ഉണ്ട്, CNG വേരിയൻറ്റ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ആൾക്കാരുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ CNG ആയിട്ട് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് കൊമേഴ്ഷ്യൽ റണ്ണിങ്ങിന് യൂസ് ചെയ്യണമെങ്കിൽ ഓറ എന്ന് പറയുന്നൊരു മോഡൽ ഇവർക്കുണ്ട്. ഹ്യുണ്ടായി ഗ്രാൻഡ് ഐട്ടൺ പോലത്തെ ആ വാഹനത്തിന് ചേർന്ന് വരുന്ന ഒരു കോമ്പാക്ട് സെഡാനാണ്. ഓറയുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 8 ലക്ഷം രൂപ ഓൺ റോഡിൽ നമുക്ക് ഇറക്കാൻ പറ്റും. CNG ആൻഡ് പെട്രോൾ വേരിയൻ്റ് ആണ്. CNG സാധാരണ എല്ലാ കാറുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഫ്യൂവൽ ടാങ്ക് കുറച്ചുകൂടെ ബിഗറാണ്, ഒരു സിലിണ്ടർ ബിഗറാണ്. നമ്മൾ സാധാരണ ഒരു 60 ലിറ്റേഴ്സ് വരുമ്പോൾ ഇത് 65 ലിറ്റേഴ്സ് വരെ കിട്ടും. അങ്ങനത്തെ ഒരു ഫ്യൂവൽ ടാങ്കാണ് ഇതിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കത് കുറച്ചുകൂടെ കൊമേഴ്ഷ്യൽ യൂസിനും പേഴ്സണൽ റണ്ണിങ് കൂടുതലുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ബേസ് വേരിയൻ്റ് ആണ്. അതിന് പവർ വിൻഡോസ് വരുന്നുണ്ട്, മ്യൂസിക് സിസ്റ്റം വരുന്നില്ല, പക്ഷേ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു കൺസോൾ വാങ്ങിച്ച് വയ്ക്കാവുന്നേ ഉള്ളൂ. പിന്നെ സ്റ്റിയറിംഗ് വീലിൽ ഈ കൺട്രോൾസ് എല്ലാം വരുന്നുണ്ട്. ആ ഒരു വേരിയൻറ്റിൽ പൊതുവെ അങ്ങനെയുള്ള വാഹനങ്ങൾ കിട്ടാറില്ല. അങ്ങനെ ഒരു ഓപ്ഷൻ കൂടി ഹ്യുണ്ടായി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മൾ വെന്യൂവിലേക്ക് തിരിച്ചു വരുമ്പോൾ വെന്യൂയുടെ കാര്യത്തിൽ നമ്മളൊരു പെർഫോമൻസ് കുറച്ചുകൂടെ റിച്ച് ലുക്കുള്ള SUV ആഗ്രഹിക്കുന്നവർക്ക് വെന്യൂ തന്നെയാണ് നല്ല ഓപ്ഷൻ. അപ്പോൾ വെന്യൂ കഴിഞ്ഞാൽ കുറച്ചുകൂടെ അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ ക്രെറ്റയിലേക്ക് നോക്കാം. കുറച്ചുകൂടെ താഴെയാണെങ്കിൽ ഏതായാലും ഈ ഒരു സെഗ്മെൻറ്റിൽ ഈ ടൈപ്പ് ഓഫ് വാഹനം നമുക്ക് കിട്ടാൻ പാടായിരിക്കും. പിന്നെ ടോട്ടലി നോക്കുമ്പോൾ ഇതിന് കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള വാഹനങ്ങൾ ഒരുപാടുണ്ട്. അവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വൺ ഓഫ് ദി ബെസ്റ്റാണ്. ഏതായാലും ഈ വാഹനം നമുക്കിന്ന് റിവ്യൂ ചെയ്യാനും നമുക്ക് മനസ്സിലാക്കാനും ഒക്കെ തന്നത് ട്രിവാൻഡ്രത്ത് ചാക്കയിലുള്ള NBT ഹ്യുണ്ടായി നിന്നാണ്. നിങ്ങൾക്ക് ആ വാഹനം ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണമെങ്കിലോ കൂടുതൽ ഇൻഫർമേഷൻ വേണമെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഏതായാലും വലിയൊരു എക്സ്പീരിയൻസ് തരുന്ന ഒരു വണ്ടി തന്നെയാണ്. ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ളവർക്കും അതുപോലെ തന്നെ കുറച്ചുകൂടെ പെപ്പി റൈഡിന് താല്പര്യമുള്ളവർക്കും കുറച്ച് ബേസിക് ആയിട്ടുള്ള ഓഫ് റോഡിങ് ഉപയോഗിക്കുന്നവർക്കൊക്കെ പറ്റിയ രീതിയിലുള്ളൊരു കോമ്പാക്ട് SUV തന്നെയാണ് ഹ്യുണ്ടായി വെന്യൂ. അപ്പോൾ അടുത്ത വണ്ടിയുടെ അടുത്ത വിശേഷമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.